കോഴിക്കോട് ICU പീഡനക്കേസ് അതിജീവിതയുടെ രണ്ടാം ഘട്ട സമരം 4-ാം ദിവസത്തിലേക്ക്. ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് അതിജീവിതയുടെ നീക്കം. കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് സമരം പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുണ്ടോ? ലിബീഷ്, വലിയ നീതി നിഷേധത്തിന്റെ ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതായത് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ഈ അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിൽ പ്രധാനമായും ഈ അതിജീവിതയുടെ ആവശ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്ത അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ KV പ്രീതി ഇവർക്കെതിരെയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നുള്ളതാണ്. പക്ഷെ അതിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഉത്തരമേഖല IG അടക്കം ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കാനാണ് അതിജീവിതം. അതായത് ആ സമരം 4-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഈ വലിയൊരു ചൂടുള്ള അല്ലെങ്കിൽ അന്തരീക്ഷ താപനില വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വെയിലിൽ ഒരു സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇന്നലെ അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അതിജീവിതയുള്ളത്. ഇന്നും 10 മണിയോടുകൂടി അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുന്നിൽ എത്തുമെന്ന് അറിയുന്നു. അങ്ങനെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർ പ്രീതി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതായത് മൊഴിയടക്കം പൂർണ്ണമായി രേഖപ്പെടുത്താതെ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളടക്കം പൂർണ്ണമായി ശേഖരിക്കാതെ ഒരു കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്കും പ്രതിയെ സഹായിക്കുന്ന രീതിയിലേക്കും ഇടപെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണം നടന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഈ പോലീസ് അടക്കം ഉത്തരമേഖല IG അടക്കം പറയുന്നത് ഇതിൽ നിയമോപദേശം തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അങ്ങനെ ലഭ്യമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കം ഇതിന്റെ അതായത് അതിജീവിതയുടെ കൂടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇതിൽ അതിജീവിത എന്ന രീതിയിൽ, അതായത് ICU പീഡനക്കേസിലെ അതിജീവിത എന്ന രീതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ കയ്യിൽ വെക്കാനുള്ള അവകാശം അതിജീവിതയ്ക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിജീവിത കടുത്ത നിലപാടിലാണ്. ഈ സമരം ഈ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതുവരെ ഈ സമരം തുടരുമെന്ന് അതിജീവിത അറിയിക്കുന്നു. ലിബീഷ്. ശരി മേഘന, KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നതുവരെ സമരം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. വിവരങ്ങളാണ് മേഘന മുരളി കോഴിക്കോട് നിന്ന് നൽകിയത്.